ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിൽ ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം ഈ പ്രത്യേക അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. 9-ാം ദിവസമാണ് MLA ഒളിവിൽ കഴിയുന്നത്. ഇന്നലെ കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഹോസ്ദുർഗ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹാജരാക്കും എന്നൊരു കിംവദന്തി ഇന്നലെ വൈകുന്നേരം പരന്നിരുന്നു. പക്ഷേ അത് സ്ഥിരീകരിക്കുന്നില്ല പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാസർഗോഡ്, വയനാട് മേഖലകളിലേക്കും കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന് പുറത്തേക്കും രാഹുൽ മാങ്കൂട്ടത്തിലുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രാഹുലിന്റെ സഹായികൾ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നും രാഹുലിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതേസമയം ഹൈക്കോടതി കൂടി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനാണ് സാധ്യത. എന്നാൽ അതിനു മുമ്പേ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതുൾപ്പെടെ രാഹുലിനെതിരായ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത് പീഡന പരാതിയാണ്. രണ്ടാമത് പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകാം എന്ന അതിജീവിത പരാതിക്കാരി പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അതായത് ഈ മൊഴി രണ്ടാമത് പരാതിയിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മൊഴിയെടുക്കാനുള്ള താല്പര്യം അറിയിച്ചായിരുന്നു പെൺകുട്ടി മറുപടി സന്ദേശം SITക്ക് നൽകിയത്. ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്ക് മുറുകും. ബംഗളൂരിൽ പഠിക്കുകയായിരുന്ന പെൺകുട്ടി അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. രാഹുലിനെ പ്രതി ചേർത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു.